ഹലോ, അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോണത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെക്കാനിക്കലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. മെക്കാനിക്കലിൻ്റെ തന്നെ അതിൻ്റെ മെഷീൻ ടൂൾസ്, അതിൽ ലെയ്ത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ലെയ്ത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൂളും അതിൻ്റെ കുറച്ച് കോമ്പോണൻറ്റ് പാർട്സും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, എന്നാലും നിങ്ങൾക്ക് അതിൽ കണ്ടൻറ്റ് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ബെറ്ററായിട്ട് ക്ലാസ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നതാണ്. അപ്പം ഓരോ വീഡിയോസ് വരുന്ന സമയത്തും നിങ്ങൾ അതിൽ നിന്ന് കണ്ടൻറ്റ് മാത്രം മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ മുന്നേ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പം KLDC എക്സാം നോക്കണ കുറേ ആൾക്കാർ ചിലപ്പം ഇതിൽ ഉണ്ടാവുമായിരിക്കും. അപ്പം ആ KLDC എക്സാമിൻ്റെ സിലബസ് വന്നിട്ടുണ്ട്. KLDC ഓവർസിയറിൻ്റെ സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് കാറ്റഗറി നമ്പർ, ഇത്രയും കാറ്റഗറിയാണ് ആ എക്സാമിൽ വരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ കൺഫർമേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും എക്സാം എഴുതുന്ന എല്ലാവരും കൺഫർമേഷൻ കൊടുത്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അതിലേക്കുള്ള സിലബസ് വന്ന സ്ഥിതിക്ക് അത് ബേസ് ചെയ്തിട്ട് പോർഷൻസ് കവർ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം സിലബസ് തന്നു കഴിഞ്ഞാൽ അതിലെ ടോപ്പിക്ക് തന്നെയാണ് ചോദിക്കുക. പിന്നെ അപ്പോൾ നമുക്ക് സിലബസ് നോക്കാം. ഇതിൽ ബേസിക് എൻജിനീയറിംഗ് ഡ്രോയിങ്സ് ആണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് വൺ സർവേയിങ് ആണ്. പിന്നെ തേർഡ് വൺ ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ ആണ്. എൻ്റെ സബ്ബായിട്ടുള്ളത് ഞാൻ പറയണില്ല, വെറുതെ ടൈം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും സബ്ബായിട്ടുള്ള ടോപ്പിക് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പോസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുമോ നോക്കുക. പിന്നെ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷനാണ് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ. പിന്നെ ലാസ്റ്റ് വൺ ഓട്ടോകാഡാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ എല്ലാ സിലബസിലും പറയണ പോലെ ഇതിൽ നിന്ന് എക്സ്ട്രാവും നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് അത് അവർ നോട്ടായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നും നോക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ടോപ്പിക്സ് കംപ്ലീറ്റ് കവർ ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ടോപ്പിക്കിലേക്ക് പോവുക. സിലബസ് തന്നിട്ടുണ്ടെങ്കിൽ ആ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമുക്ക് അധികവും എക്സാം ചോദിക്കാറുള്ളത്. അപ്പം സിലബസ് നിങ്ങൾ നോക്കിയെന്ന് വിചാരിക്കുന്നു. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കില്ല, ഈ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ മിസ്സാവാണ്ട് പോയിട്ട് കൺഫർമേഷൻ കൊടുക്കുക. കൺഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെക്കാനിക്കൽ മെഷീൻ ടൂളിൻ്റെ അതിൻ്റെ ലെയ്ത്തായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് നമ്മളെ ലെയ്ത്ത് എന്ന് പറഞ്ഞാൽ. നമുക്ക് ജസ്റ്റ് നോക്കാം. ലെയ്ത്തിൽ ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, പിന്നെ അതുപോലെ ചക്ക്, ടൂൾ പോസ്റ്റ്, കോമ്പൗണ്ട് റെസ്റ്റ്, കാരേജ്, ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് മൈൻഡിലേക്ക് റിവൈൻഡ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ കാണിച്ചിട്ട് ആ നെയിം പറഞ്ഞത്. ഓരോ പേര് പറയുന്ന സമയത്തും അത് എന്തിനാണ് അല്ലെങ്കിൽ അതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മൈൻഡിലേക്ക് വരുന്നുണ്ടോ നോക്കുക. ഇനി നമുക്ക് നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വിച്ച് പാർട്ട് ഓഫ് ദ ലെയ്ത്ത് കണ്ടെയ്ൻസ് ദ മെക്കാനിസം ഫോർ മൂവിങ് ആൻഡ് കൺട്രോളിങ് ദ കാരേജ്. അപ്പം നമ്മൾ ആ ലെയ്ത്തിനെ മൂവ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഏത് പാർട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അതായത് കാരേജിനെ അതായത് ദ പാർട്ട് ഓഫ് ലെയ്ത്ത് കണ്ടെയ്നിങ് ദ മെക്കാനിസം ഫോർ മൂവിങ് ആൻഡ് കൺട്രോളിങ് ദ കാരേജ്. അതായത് കാരേജിനെ മൂവ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ലെയ്ത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന പാർട്ട് ഏതാണ്? അപ്പോൾ നമ്മൾ ലെയ്ത്തിൽ കുറേ പാർട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. കോമ്പൗണ്ട് റെസ്റ്റ്, ടോപ്പ് സ്ലൈഡ്, ക്രോസ് സ്ലൈഡ്, ദ അപ്രോൺ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ടൂളിനെ ഹോൾഡ് ചെയ്യേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കോമ്പൗണ്ട് റെസ്റ്റ്. അതായത് ഇവിടെ നമ്മൾ ടൂള് പറയും, ഇവിടെ കോമ്പൗണ്ട് റെസ്റ്റ് ഉണ്ടാവും, പിന്നെ അതിൻ്റെ താഴെ ക്രോസ് സ്ലൈഡ് ഉണ്ടാവും, പിന്നെ ക്രോസ് സ്ലൈഡിൻ്റെ താഴെ സാഡിൽ ഉണ്ടാവും, സാഡിലിൻ്റെ താഴെ കാരേജ് ഉണ്ടാവും.
അപ്പോൾ നിങ്ങൾക്ക് പിക്ചർ മൈൻഡിലേക്ക് വരേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചത്. അപ്പം ഈ കാരേജ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്, ഏത് പാർട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരേജിൻ്റെ ഉള്ളിൽ അപ്രോൺ ഉണ്ടാവും. അപ്രോൺ നമുക്ക് എന്തിനാണ്, അപ്രോണ് അതിൽ ഗിയറും ലിവറും ഒക്കെ ഉണ്ടാവും. അപ്പം അത് നമ്മളെ കാരേജിൻ്റെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എനിക്ക് കിട്ടിയോ, അതായത് ദ പാർട്ട് ഓഫ് ദ ലേത്ത് കണ്ടെയ്ൻസ് ദ മെക്കാനിസം ഫോർ മൂവിങ് ആൻഡ് കൺട്രോളിങ് ദ കാരേജ്. അപ്പം കാരേജിനെ മൂവ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഏതാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അപ്രോൺ ആണ് നമുക്ക് കാരേജിനെ മൂവ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കണം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദ ലേത്ത് ഈസ് ക്രോസ് മൂവ്മെൻറ്റ് ഫോർ ദ ടൂൾ. അതായത് ടൂളിൻ്റെ ക്രോസ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സെയിം പിക്ചർ തന്നെ ഞാൻ വരയ്ക്കുന്നുണ്ട്. സെയിം പിക്ചർ ആകുമ്പോൾ നിങ്ങൾക്ക് മൈൻഡിൽ നിൽക്കും. വേറെ വേറെ പിക്ചേഴ്സ് വരയ്ക്കുകയാണെങ്കിൽ അത് നിങ്ങളെ മൈൻഡിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മളെ ടൂൾ പോസ്റ്റ് കോമ്പൗണ്ട് റെസ്റ്റിൻ്റെ മേലെ വെക്കുമെന്ന് പറഞ്ഞു. കോമ്പൗണ്ട് റെസ്റ്റിൻ്റെ താഴെ നമ്മൾ ക്രോസ് സ്ലൈഡ്, അതിൻ്റെ താഴെ സാഡിൽ. അപ്പം ഈ ടൂൾ പോസ്റ്റ് നമ്മൾ ടൂള് ഹോൾഡ് ചെയ്യേണ്ടിയിട്ടാണ്. പിന്നെ ടൂള് ഹോൾഡ് ചെയ്യേണ്ടിയിട്ടല്ല, നമ്മൾ ആ കട്ടിങ് ടൂൾ എന്താണ് വെക്കുന്നത് അതിനാണ്. അപ്പോൾ ടൂൾ പോസ്റ്റ് ഹോൾഡ് ചെയ്യേണ്ടിയിട്ട് നമുക്ക് ഈ കോമ്പൗണ്ട് റെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ താഴെ ക്രോസ് സ്ലൈഡ് ഉണ്ടാവും. ക്രോസ് സ്ലൈഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ക്രോസ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ക്രോസ് സ്ലൈഡാണ്. പിന്നെ ഇതിൻ്റെ താഴെ നമ്മൾ പറഞ്ഞിട്ടുള്ള സാഡിൽ. അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വിച്ച് പാർട്ട് ഓഫ് ദ ലേത്ത് ഈസ് ക്രോസ് മൂവ്മെൻറ്റ് ഫോർ ദ ടൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് വരുന്നത്, ക്രോസ് സ്ലൈഡാണ് നമുക്ക് അതിൻ്റെ ആൻസർ വരിക. പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ കൈകൊണ്ട് വരയ്ക്കുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഒരു ഇമേജ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഇമേജിനെ റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ഈ പിക്ചർ വരയ്ക്കുന്നത്. അത് നിങ്ങൾക്ക് മൈൻഡിലുണ്ടെങ്കിൽ ഇതും കൂടെ വരുമ്പം റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. വിച്ച് പാർട്ട് ഓഫ് ദ ലേത്ത് ഈസ് ക്രോസ് മൂവ്മെൻറ്റ് ഫോർ ദ ടൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോസ് സ്ലൈഡാണ് ആൻസർ വരുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആ പിക്ചർ വെച്ചിട്ട് തന്നെ മാക്സിമം കണക്ട് ചെയ്യാൻ നോക്കുക. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മെക്കാനിക്കലുകാർ ഓക്കെ, അവർ പഠിച്ച ടോപ്പിക്കായിരിക്കും. അപ്പം പഠിച്ചവരാണെങ്കിൽ അത് ഒന്നുകൂടെ റിമൈൻഡ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യുക. സിവിലുകാരാണെങ്കിൽ അറിയാത്തൊരു ടോപ്പിക്കായിരിക്കും. അപ്പം ഇതേ രീതിയിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചു വെക്കുക. വൈഡായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ഓർമ്മ നിൽക്കില്ല. അപ്പോൾ നമുക്ക് നമ്മൾ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ത്രെഡ് ഈസ് യൂസ്ഡ് ഇൻ, ഇവിടെ ക്വസ്റ്റ്യനിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ത്രെഡല്ല ലെഡാണ്. അപ്പം ഈ വിച്ച് ത്രെഡ് ഈസ് യൂസ്ഡ് ഇൻ ലെഡ് സ്ക്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ആൻസർ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അതിനെക്കുറിച്ച് നമുക്ക് ഡീപ്പായിട്ടൊന്നും പഠിക്കാനില്ല, വൈഡായിട്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പം വിച്ച് ടൈപ്പ് ഓഫ് ത്രെഡ് യൂസ്ഡ് ഇൻ ലെഡ് സ്ക്രൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ലെഡാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ലെഡ് സ്ക്രൂവിൽ നമ്മൾ യൂസ് ചെയ്യണ ത്രെഡ് ASME ത്രെഡാണ് നമ്മൾ ലെഡ് സ്ക്രൂവിൽ യൂസ് ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെ നിങ്ങൾ നോക്കി വെക്കുക. അപ്പം വിച്ച് ടൈപ്പ് ഓഫ് ത്രെഡ് യൂസ്ഡ് ഇൻ ലെഡ് സ്ക്രൂ ചോദിച്ചു കഴിഞ്ഞാൽ ASME ത്രെഡാണ് വരുന്നത്. ഇതും എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, അതാണ് ഞാൻ അങ്ങനെ തന്നെ പഠിക്കാൻ പറഞ്ഞത്. പിന്നെ നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെയിൽ സ്റ്റോക്ക് ഈസ് കോൾഡ്. അപ്പം ടെയിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മൾ ഈ ലെയ്ത്തിന് ഒരു ഹെഡ് സ്റ്റോക്കും ഉണ്ടാവും, അതുപോലെ തന്നെ ടെയിൽ സ്റ്റോക്കും ഉണ്ടാവും. ഹെഡ് സ്റ്റോക്ക് ഇവിടെ ഉണ്ടാവുന്നതാണ്, ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവുന്നതാണ്. ടെയിൽ സ്റ്റോക്ക് നമ്മൾ ഇവിടെ ഉണ്ടാവുന്നതാണ്. അപ്പം ഇത് തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ബെഡ് വെച്ചിട്ട് ഇവിടെയാണ് നമ്മൾ കാരേജ് ഉണ്ടാവുന്നത്, ഇവിടെയാണ് നമ്മൾ ടൂൾ പോസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ടെയിൽ സ്റ്റോക്ക് ഈസ് ഓൾസോ കോൾഡ്. അപ്പോൾ ടെയിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമ്മൾ ഹെഡും ടെയിലും അതുപോലെ
കുറച്ച് ലൈവ് സെൻറ്ററും ഡെഡ് സെൻറ്ററും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ലൈവ് സെൻറ്റർ, ബോത്ത് ഓഫ് ദീസ്, നൺ ഓഫ് ദീസ്, ഡെഡ് സെൻറ്റർ ആയിരുന്നു. അപ്പോൾ നമ്മൾ ലൈവ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് സ്റ്റോക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ലൈവായിട്ടുള്ള ആക്ഷനാണ് അവിടെ നടക്കുന്നത്. ഗിയർ റൊട്ടേറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യും. സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചക്ക് റൊട്ടേറ്റ് ചെയ്യും. ചക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യും. അപ്പം അതാണ് ഹെഡ് സ്റ്റോക്കിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ലൈവ് സെൻറ്റർ എന്ന് പറയുന്നു. പിന്നെ ടെയിൽ സ്റ്റോക്ക് നമ്മൾ മെയിനായിട്ട് നമ്മൾ ടൂളിന് വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്യേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു പർപ്പസ് മാത്രം നടക്കുന്നതിനെ കൊണ്ട് നമ്മളതിനെ ഡെഡ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയല്ലോ. ടെയിൽ സ്റ്റോക്ക് ഈസ് ഓൾസോ കോൾഡ് ഡെഡ് സെൻറ്റർ ആണ് വരിക. അപ്പോൾ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കണക്ട് ചെയ്തിട്ട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോവിങ് പാർട്സ് ഓഫ് എ ലേത്ത് ഷുഡ് ഹാവ് ഹയർ കംപ്രസീവ് സ്ട്രെങ്ത്? ലേത്തിൽ ഈ തന്നിട്ടിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതിനാണ് കൂടുതൽ കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ലെഡ് സ്ക്രൂ ഉണ്ട്, സ്ലൈഡിങ് ഗിയർ ഇൻ ഹെഡ് സ്റ്റോക്ക് ഉണ്ട്, പിന്നെ മെയിൻ സ്പിൻഡിലുണ്ട്, ലെയ്ത്ത് ബെഡ് ഉണ്ട്. അപ്പം ലെഡ് സ്ക്രൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ ക്യാരേജിൻ്റെ അവിടെ ഉള്ളതാണ്. ക്യാരേജിൻ്റെ താഴെ നമ്മൾ ഹൊറിസോണ്ടലി 2 ലൈന് പോലെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ലെഡ് സ്ക്രൂവും ഫീഡ് റോഡും പറഞ്ഞിട്ട് കാണിച്ചു. അപ്പം പിന്നെ സ്പിൻഡിലാണ്. സ്പിൻഡിൽ നമ്മൾ ആ ഹെഡ് സ്റ്റോക്കിൻ്റെ അവിടെ ചക്ക് കറങ്ങേണ്ടിയിട്ട് നമ്മൾ സ്പിൻഡിലുമായിട്ട് കണക്ട് ചെയ്ത് സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്താണ് ചക്ക് റൊട്ടേറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലെയ്ത്ത് ബെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചിനെ പിക്ചർ വരച്ച പോലെ വരച്ച് കാണിച്ചു തരാം. ഹെഡ് സ്റ്റോക്കും ടെയിൽ സ്റ്റോക്കും ഉണ്ടായിരുന്നു. അതിൽ നമ്മളിവിടെ ലെയ്ത്ത് ബെഡിൻ്റെ മേലെയാണ് വെക്കുക. ഇവിടെ നമ്മളെ ക്യാരേജ് വരും. ക്യാരേജിൻ്റെ മേലെ വർക്ക് പീസല്ല ടൂൾ പോസ്റ്റ് വരും. അപ്പം ഈ എല്ലാ കാര്യങ്ങളും വരുന്നത്, ഈ കംപ്ലീറ്റ് വരുന്നത് നമ്മളെ ഈ ലെയ്ത്ത് ബെഡിലാണ്. അപ്പം ലെയ്ത്ത് ബെഡിൽ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, നമ്മളിപ്പോൾ ഒരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് ഫൗണ്ടേഷൻ നമ്മൾ അത്രയും കെയർഫുള്ളായിട്ടാണ് ഉണ്ടാക്കുക. ഫൗണ്ടേഷൻ എത്രത്തോളം നന്നാവുന്നു അത്രത്തോളം നമുക്ക് സൂപ്പർ സ്ട്രക്ചറിന് അത് എഫക്റ്റീവായിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പം ഇത്രയും സാധനങ്ങൾ വെക്കുന്നത് അതായത് ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, ക്യാരേജ് ഒക്കെ നമ്മൾ വെക്കുന്നത് ലെയ്ത്ത് ബെഡിലാണ്. അപ്പോൾ ലെയ്ത്ത് ബെഡിനാണ് കൂടുതൽ കംപ്രസീവ് സ്ട്രെങ്ത് വേണ്ടത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വെയിറ്റ് അഫോർഡ് ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാണ് എഫക്റ്റ് ചെയ്യുന്നത് ലെയ്ത്ത് ബെഡിലേക്കാണ്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. എന്നാലും ഒന്നും അറിയാണ്ട് നമ്മളെ മൈൻഡിൽ നിന്ന് പോയി പോകണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് പറയുന്നത്. അപ്പം വിച്ച് എമോങ് ദ ഫോളോവിങ് പാർട്ട് ഓഫ് ലെയ്ത്ത് ഷുഡ് ഹാവ് ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെയ്ത്ത് ബെഡാണ് ബോട്ടത്തിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ എല്ലാ കാര്യത്തിനെയും വെയിറ്റ് ഇതിലേക്ക് വരും. അപ്പോൾ അതിന് കംപ്രസീവ് സ്ട്രെങ്ത് കൂടുതൽ വേണമെന്നുള്ളത് നമ്മൾ അങ്ങനെ കണക്ട് ചെയ്ത് ആലോചിച്ച് വെച്ചാൽ മതി. പിന്നെ അത് ലെയ്ത്ത് ബെഡ് ആൻസർ. പിന്നെ ലെയ്ത്ത് ബെഡ് ഈസ് മെയ്ഡ് വിത്ത്, ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്: അലൂമിനിയം അലോയ്, കോപ്പർ, കാസ്റ്റ് അയോൺ, മൈൽഡ് സ്റ്റീൽ. അപ്പോൾ നമുക്കിത് ഈ ക്വസ്റ്റ്യൻ ആൻസർ ബൈ ഹാർട്ട് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാലും മതി. നമുക്കിതിൻ്റെ ആൻസർ വരുന്നത് കാസ്റ്റ് അയോൺ ആണ്. ക്വസ്റ്റ്യൻ നോക്കുക, ഇതെപ്പോഴും ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യനാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ക്ലാംപ്ഡ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ലെയ്ത്ത് ബെഡ്. അതായത് ലെയ്ത്ത് ബെഡ് നമ്മൾ ബോട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എന്താണ് വെക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ലെയ്ത്ത് ബെഡിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇവിടെ നമ്മൾ ഹെഡ് സ്റ്റോക്ക് വെക്കും. പിന്നെ ഇവിടെ നമ്മൾ ടെയിൽ സ്റ്റോക്ക് വെക്കും. ഇവിടെ നമ്മൾ ക്യാരേജ് ഉണ്ടാവും, ടൂൾ പോസ്റ്റ് ഉണ്ടാവും. അതിൽ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുള്ളത് ലെഡ് സ്ക്രൂ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ക്യാരേജിൻ്റെ ഇവിടെ കണക്ട് ചെയ്യുന്ന 2 ലെഡ് സ്ക്രൂവും ഫീഡ് സ്ക്രൂവും
പിന്നെ ടെയിൽ സ്റ്റോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വരുന്നത്. ടെയിൽ സ്റ്റോക്ക് ഇതാണ് ടെയിൽ സ്റ്റോക്ക്. പിന്നെ കാരേജ് പറയണത് ഇതാണ് കാരേജ്. പിന്നെ ഹെഡ് സ്റ്റോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പം നിങ്ങളെ ക്വസ്റ്റ്യനിലെ ആൻസർ നിങ്ങൾക്ക് ഇതിൽ തന്നെ കിട്ടിക്കാണുമല്ലോ. ഡാഷ് ഈസ് ക്ലാംപ്ഡ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ലെയ്ത്ത് ബെഡ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് വെച്ചിട്ടുള്ളത് ടെയിൽ സ്റ്റോക്കാണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് വെച്ചിട്ടുള്ളത് ഹെഡ് സ്റ്റോക്കാണ്. അപ്പോൾ നമ്മളെ ആൻസർ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ ഡാഷ് ഈസ് ക്ലാംപ്ഡ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ലെയ്ത്ത് ബെഡ് നമ്മളെ ആൻസർ വരുന്നത് ഹെഡ് സ്റ്റോക്കാണ്. അതിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല. റൈറ്റ് സൈഡിൽ ടെയിൽ സ്റ്റോക്കും ലെഫ്റ്റ് സൈഡിൽ ഹെഡ് സ്റ്റോക്കും ആണുള്ളത്. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ തെറ്റിക്കാണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലെയ്ത്ത് സെൻറ്റേഴ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് സ്റ്റാൻഡേർഡ് ടേപ്പർ നോൺ ആസ്. അതായത് ഈ ക്വസ്റ്റ്യൻ്റെതും നമ്മൾ ഈ കാസ്റ്റ് അയോണിനെ പറഞ്ഞ പോലെ തന്നെ ത്രെഡിൻ്റെ ASME ത്രെഡിനെ കുറിച്ച് പറഞ്ഞ പോലെ അതേപോലെ തന്നെ ബൈ ഹാർട്ട് എന്നുള്ള രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറഞ്ഞ് മൈൻഡിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതാണ് ആൻസർ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അല്ലെ ലെയ്ത്ത് സെൻറ്റർ എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. ലെയ്ത്ത് സെൻറ്റേഴ്സ് ആർ ടാപ്പേർഡ് കോമ്പൗണ്ട്സ് ഫിറ്റ് ഇൻ ടു സ്പിൻഡിൽസ് പ്രൊവൈഡഡ് ഇൻ ദ ഹെഡ് സ്റ്റോക്ക് ആൻഡ് ടെയിൽ സ്റ്റോക്ക്. പിന്നെ അതാണ് നമ്മളെ ഈ ലെയ്ത്ത് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെയ്ത്ത് സെൻറ്റർ നമ്മൾ ഹെഡ് സ്റ്റോക്കിൽ കൊടുക്കുന്ന ലെയ്ത്ത് സെൻറ്ററാണ് നമ്മൾ ലൈവ് സെൻറ്റർ എന്ന് പറഞ്ഞു. ടെയിൽ സ്റ്റോക്കിൻ്റെ അവിടെ കൊടുക്കുന്നത് ഡെഡ് സെൻറ്റർ എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. പിന്നെ അതിൽ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ടാപ്പർ നോൺ ആസ് അത് മോസ്റ്റ് ടാപ്പറാണ് അതിൻ്റെ ആൻസർ. നിങ്ങൾ അതേപോലെ തന്നെ ആൻസർ പഠിച്ചു വെച്ചാൽ മതി. ദ ലെയ്ത്ത് സെൻറ്റേഴ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് സ്റ്റാൻഡേർഡ് ടാപ്പർ നോൺ ആസ് മോസ്റ്റ് ടാപ്പർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റാൻഡേർഡ് ടൂൾ പോസ്റ്റ് ഓഫ് എ ലെയ്ത്ത് ഈസ് ഹെൽഡ് ഓൺ. അതായത് സ്റ്റാൻഡേർഡ് ടൂൾ പോസ്റ്റ് ഓഫ് എ ലെയ്ത്ത് നമ്മൾ എന്തിലാണ് ഹെൽഡ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഈ ലെയ്ത്തിൻ്റെത് പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വരച്ച അതേ പിക്ചർ തന്നെ ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇത് നമ്മളെ വർക്ക് പീസ് ടൂൾ പോസ്റ്റാണ്. ടൂൾ പോസ്റ്റ് നമ്മൾ കോമ്പൗണ്ട് റെസ്റ്റിൽ വെക്കും. കോമ്പൗണ്ട് റെസ്റ്റിൻ്റെ താഴെ ക്രോസ് ലൈഡ് ഉണ്ടാവും. പിന്നെ ഇവിടെ സാഡിലുണ്ടാവും. ഇവിടെ കാരേജ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ദ സ്റ്റാൻഡേർഡ് ടൂൾ പോസ്റ്റ് ഓഫ് എ ലെയ്ത്ത് ഈസ് ഹെൽഡ് ഓൺ. ഇതാണ് നമ്മൾ ടൂൾ പോസ്റ്റ്. അത് നമ്മൾ വെക്കണത് ഈ കോമ്പൗണ്ട് റെസ്റ്റിൻ്റെ മേലെയാണ്. അപ്പോൾ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് കോമ്പൗണ്ട് റെസ്റ്റാണ്. എപ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ആ ഗിയറും ലിവറും മെക്കാനിസം നടക്കുന്നതാണ് ക്യാരേജിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്. പിന്നെ സാഡിൽ പറഞ്ഞാൽ ഇതാണ് നമ്മൾ ക്രോസ് ലൈഡിനെ വെക്കുന്നത്. ആ ഒരു ക്രോസ് ലൈഡിൻ്റെ ബോട്ടത്തിലുള്ളതാണ് സാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരേജിനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ് സാഡിൽ പറഞ്ഞാൽ. പിന്നെ ഇതാണ് നമ്മളെ ക്യാരേജ് വരുന്നത്. കോമ്പൗണ്ട് റെസ്റ്റാണ് നമ്മളിതിലെ ആൻസർ വരുന്നത്. കോമ്പൗണ്ട് റെസ്റ്റ് ഇതാണ്. അപ്പം ഈ പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ. അതായത് ദ സ്റ്റാൻഡേർഡ് ടൂൾ പോസ്റ്റ് ഓഫ് എ ലെയ്ത്ത് ഈസ് ഹെൽഡ് ഓൺ കോമ്പൗണ്ട് റെസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സാധനങ്ങൾ കണക്ട് ചെയ്തിട്ട് മാക്സിമം പഠിക്കുക. അപ്പോൾ നമ്മളടുത്ത് മറന്നു പോവില്ല. അപ്പം ലെയ്ത്ത് ഫസ്റ്റ് ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മളെ മെക്കാനിക്കലിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മളിന്ന് നടത്തിയിട്ടുള്ളത്. അപ്പം ആ പോർഷനിൽ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരികയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മളെ ലെയ്ത്ത്, അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ എല്ലാ ക്ലാസ്സും കറക്റ്റ് ശ്രദ്ധിച്ച് കേൾക്കുക, അതേ രീതിയിൽ പഠിക്കുക. പിന്നെ ആ പോർഷൻസ് കേട്ടതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്നുള്ള ഈ പോർഷനിലേക്ക് വരാം. അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ, ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിൽ ഓരോ പിക്ചേഴ്സ് ആണെങ്കിൽ വരെ വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ് കേട്ടതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് വരിക. വെറും ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ ആ നോട്ട് അല്ലെങ്കിൽ ക്ലാസ് കേട്ട് നിങ്ങളതൊരു ജസ്റ്റ് നിങ്ങളതായിട്ടുള്ള ഒരു റഫ് നോട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് എങ്ങനെയൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ വേറൊരു പോർഷനിൽ നിന്നും ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, പിന്നെ ബെൽ ബട്ടണും ഞെക്കുക. അത് എങ്കിൽ മാത്രമേ നമുക്ക് ആ ക്ലാസ് കറക്റ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. പിന്നെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിലോ കുറച്ചുകൂടെ സ്പീഡ് അധികമായി പോകുന്നുണ്ടെങ്കിലോ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചിട്ട് അത് ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. KLDCൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നമുക്ക് എക്സാം ഡേറ്റ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിന് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നോക്കുക. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.